ഒരു ഇന്റർവ്യൂവിൽ രാജസേനൻ പറയുന്നുണ്ട്, ഈ ഒരു കഥാപാത്രത്തിന് ആ ഒരു ഹെയർ സ്റ്റൈൽ കൊടുക്കാൻ ജയറാം ആദ്യം സമ്മതിച്ചിരുന്നില്ല. ഒടുക്കം ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കലുകൾക്ക് ശേഷം ജയറാം അതിന് സമ്മതം മൂളുകയായിരുന്നു. പക്ഷേ സംവിധായകന്റെ തീരുമാനം തന്നെയായിരുന്നില്ലേ ശരി? ഒരു ക്രൂരനും പിശുക്കനുമൊക്കെയായ ഒരു സ്വർണ്ണക്കട മുതലാളിക്ക് ഈ ഒരു ലുക്കായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? ഇത് അതേ സിനിമയിലെ ഒരു പാട്ടുരംഗത്തിലെ ലുക്കാണ്. സോ അതിനേക്കാൾ എന്തുകൊണ്ടും ആപ്റ്റാണ് സിനിമയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജയറാമിന്റെ ലുക്ക്. ഈ സിനിമയിൽ നായികയ്ക്ക് പറ്റിക്കാൻ പാകത്തിൽ ജയറാം നിന്നുകൊടുക്കുമ്പോൾ നായകന്റെ കൂടെയുള്ളവരുടെ അതേ ഫ്രസ്ട്രേഷൻ നമുക്കും വരും. കാരണം നായകന് ഇതുവഴി ഒരുപാട് പണം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ സിനിമയുടെ ഒരു ഘട്ടത്തിൽ നായികയ്ക്ക് അറിവുള്ളത് മാത്രമല്ല നായകന്റെ യഥാർത്ഥ സമ്പാദ്യം എന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര ആവേശമായിരുന്നു. പ്രത്യേകിച്ച് അക്വേറിയത്തിന്റെ അകത്തുനിന്ന് പൈസ എടുത്ത് കാണിക്കുന്ന ആ സീൻ. പിന്നെ ഇതിൽ നമ്മുടെ പയ്യാരത്ത് പത്മനാഭൻ നായരുണ്ട്. എന്നാൽ മരുമക്കത്തായ മൂലം നശിച്ച് ശോഷിച്ചു പോയ അദ്ദേഹത്തെ ഈ രൂപത്തിൽ കാണാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എനിവേസ്, ചെറുപ്പത്തിലെ നമ്മൾ കണ്ട് ആസ്വദിച്ച ജയറാമിന്റെ വ്യത്യസ്തമായൊരു കഥാപാത്രം അതായിരുന്നു ബ്ലേഡ് ഗോവിന്ദൻ.